എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും നമുക്ക് കമന്റ് വഴി പറയുന്നൊരു കാര്യമാണ്, അർജുനെ പറ്റി സംസാരിക്കുമോ, അർജുൻ്റെ വീഡിയോസ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഇൻഫർമേഷനും കിട്ടാത്ത സ്ഥിതിക്ക് വീഡിയോ ചെയ്യുന്നത് അത് വലിയൊരു മോശമായ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വയനാട്ടിലൊക്കെ ഉരുൾപൊട്ടലും സംബന്ധമായി എല്ലാ ന്യൂസ് ചാനലുകാരും അതുപോലെ തന്നെ യൂട്യൂബേഴ്സും ഒക്കെ അവിടെ പോയി ആ ഒരു ദുരന്തവുമായിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ് നമ്മൾ ഈയിടെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജുൻ്റെ ഈ ഒരു ട്രക്ക് അന്വേഷിച്ച് വീണ്ടും ഒരു അന്വേഷണം ഉണ്ടാകും എന്നൊക്കെ നമ്മൾ നേരത്തെ 2 ദിവസം മുമ്പുള്ള ന്യൂസിലൊക്കെ കണ്ടു. ഇപ്പം അതുപോലെ തന്നെ സൈന്യം എത്തുമെന്ന് പറഞ്ഞു, എത്തിയിട്ടില്ല, തെരച്ചിൽ തുടരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും നാളും വീട്ടുകാർ പറയുന്ന GPS നോക്കിയിട്ട് മണ്ണിൻ്റെ അടിയിൽ ആ ഒരു വണ്ടിയുടെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ മണ്ണ് മാറ്റുകയും പിന്നെന്താണ് അവിടെ അർജുൻ്റെ വണ്ടി കണ്ടെത്താൻ പറ്റിയില്ല. പിന്നീട് എന്ത് ചെയ്തു, നേരെ പുഴക്കടിയിൽ മൺകൂനകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ അർജുൻ്റെ ട്രക്ക് ഉണ്ടെന്ന് പിന്നീടുള്ള പരിശോധനയിൽ പറയുന്നു. പക്ഷെ അത് കൺഫേം അല്ല, ഇന്നും സോണാറുകൾ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനകളൊക്കെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ അർജുൻ്റെ വണ്ടി ഉണ്ടാവട്ടെ എന്നുള്ളതാണ് എൻ്റെയും പ്രാർത്ഥന. അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ എന്താ പറയുന്നത് എന്നുള്ളത് എനിക്കറിയാം. ഒരു വീഡിയോ ഇടുമ്പം തന്നെ അർജുൻ തിരിച്ചു വരും എന്നുള്ളതാണ് സകല ലോക ജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ളതാണ്. കാരണം അർജുൻ എവിടെയെങ്കിലും ഒഴുക്കിൽപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരു ആദിവാസി കുടിലൊക്കെ പോയിട്ട് അവരുടെ ആ ഒരു ശുശ്രൂഷയിൽ ആയിരിക്കും പിന്നീട് അർജുൻ തിരിച്ചു വരും എന്നുള്ളതൊക്കെ നമ്മളിൽ പലരും കേൾക്കുന്നൊരു കാര്യമാണ്. ശരിക്കും ആ ഒരു മിറാക്കൾ സംഭവിക്കട്ടെ അല്ലേ. അപ്പോൾ അർജുൻ്റെ ഫാമിലി പറയുന്നുണ്ട് തെരച്ചിൽ മനഃപൂർവ്വം വൈകിക്കുന്നു ഒക്കെ, ആ ഒരു സംഭാഷണമൊക്കെ നമ്മൾ കേട്ടല്ലേ. പക്ഷേ പലരും വീണ്ടും പറയുന്നുണ്ട് അർജുനെ നേരത്തെ കിട്ടേണ്ടതായിരുന്നു, ആ മൺകൂനകൾക്കുള്ളിൽ അത് പരിശോധന നടത്തണം എന്നൊക്കെ നമ്മളെല്ലാവരും പല ആൾക്കാർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു സംശയം വെച്ച് ഞാൻ പറയുകയാണ്, ആ ഒരു സ്ഥലം, ആ ഒരു ഗംഗാവലി പുഴ എന്ന് പറയുമ്പം ഒരുപാട് കുത്തൊഴുക്ക് നേടിയിരുന്ന ഒരു സ്ഥലമാണ് കർണാടകയിലെ തന്നെ. അപ്പം ആ ഒരു വെള്ളത്തിൻ്റെ അകത്ത് സൈന്യം വന്നു ഇറങ്ങാൻ പറ്റിയില്ല, മൽപ്പെ വന്നു, ഈശ്വർ മൽപ്പെ വന്നു ഇറങ്ങാൻ പറ്റിയെങ്കിലും അദ്ദേഹത്തിന് എന്താണ് സീറോ വിസിബിലിറ്റി ഒക്കെ ആയതുകൊണ്ട് അയാൾ വീണ്ടും തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും വലിയൊരു കുത്തൊഴുക്കിൽ നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ച് അതിനകത്തുള്ള തെരച്ചിലൊക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ജീവൻ പണയം വെച്ചിട്ടാട്ടോ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കും നല്ല ഉള്ളിൽ ഭയമുണ്ട്, ഇനി തിരിച്ചു വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എല്ലാവരെയും ആ ഒരു കണക്കിലെടുക്കണം. ഒരു ജീവനും പോയാൽ വേറൊരു ജീവനും ആ ഒരു ബലി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം. കാരണം വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വരുന്നൊരു സംഭവമാണ് ഈ ഉരുൾപൊട്ടലും ഒക്കെ പറയുന്നത്. ഇപ്പം നമ്മുടെ വയനാട്ടിലെ കുറച്ച് ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടല്ലോ. അവർ എത്രത്തോളം കുഞ്ഞു കുട്ടികൾ വരെ ആണ് ആ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ളതാണ് സത്യം. അവരെയൊക്കെ സംബന്ധിച്ച് നമ്മുടെ ഈ ഒരു കർണാടകയിൽ നടന്നത് അത്ര വലിയ ഉരുൾപൊട്ടലാണെന്നോ മണ്ണിടിച്ചിലാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ കാണുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ തുല്യ അവകാശം കൊടുക്കുക. പിന്നീട് ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അർജുൻ്റെ ഫാമിലിയിൽ അർജുൻ്റെ വൈഫ് കൃഷ്ണപ്രിയയ്ക്ക് സർക്കാർ ജോലി കൊടുത്തു എന്നൊക്കെ നമ്മൾ കേട്ടല്ലേ. ശരിക്കും അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാലും അത് ഞാനങ്ങ് വിശ്വസിച്ചു. കാരണം അതുള്ളതും ആണ് തന്നെ. പുള്ളിക്കാരിക്ക് ജോലി കൊടുത്തു എന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പം ഞാനൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഉരുൾപൊട്ടൽ ആദ്യമായിട്ടൊന്നും അല്ല, വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഒക്കെ സംഭവിക്കുന്ന ആദ്യമായിട്ടൊന്നും അല്ല. അതിൽ ഒരുപാട് ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇന്നും മൃതദേഹങ്ങൾ കിട്ടാത്തവരായിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉരുൾപൊട്ടൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിനു മുമ്പും വയനാട്ടിലും മിക്ക സ്ഥലങ്ങളിലും ഉരുൾപൊട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും നമ്മൾ കണ്ടിട്ടില്ല, അത്രയൊരു പരിഗണന നൽകുന്നൊന്നും കണ്ടിട്ടില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതോ ഒന്നും അല്ല. കാരണം നമ്മളും മനുഷ്യന്മാരാണ്, നമ്മളും അതേപോലെ തന്നെ ആ അർജുൻ്റെ ഫാമിലി എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ജീവിക്കുന്ന, അതിനേക്കാൾ ഭയങ്കര ദയനീയ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലേ. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിലും സർക്കാർ അങ്ങനത്തെ ഒരു ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം
കുടുംബം നഷ്ടപ്പെട്ടവരും കുട്ടികൾ നഷ്ടപ്പെട്ടവരും ജോലി നഷ്ടപ്പെട്ടവരും ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും അങ്ങനത്തെ ഒരു ആനുകൂല്യം തന്നെ കൊടുക്കണം. അല്ലാതെ ഒരാൾക്ക് മാത്രം കാഷ്വാലിറ്റി കാണിച്ചിട്ട് എന്തേലും കാര്യമുണ്ടോ? അത് ഭയങ്കര ഒരു മോശപ്പെട്ടൊരു രീതിയിലാണ് ഞാനും കാണുന്നത്. കാരണം എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കണം. നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ പരിഗണന കൊടുക്കുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ കാണുന്ന രാജ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അർജുനെ എത്രയും വേഗം ആ ഒരു ട്രക്കിനുള്ളിലുണ്ടെങ്കിൽ ആ ക്യാബിനുള്ളിലുണ്ടെങ്കിൽ അർജുൻ തിരിച്ചു വരട്ടെ. അതാണ് ഞാനും ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അർജുൻ്റെ ഫാമിലിനെയോ അർജുനെയോ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതാണെന്ന് വിചാരിക്കരുത്. ഇനി ഞാൻ ഈ പറയുന്ന അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം, എനിക്കൊരു കുഴപ്പമില്ല. കാരണം ഞാൻ നോക്കിയിട്ട് ഒരുപാട് എനിക്ക് വിഷമം തോന്നി. കാരണം ഓരോ കുഞ്ഞു കുട്ടികളുടെ മൃതശരീരം ഒക്കെ ഓരോ ഗ്രൂപ്പുകളിൽ നമുക്ക് കാണാം. അത് പബ്ലിസിറ്റി ആക്കുന്നില്ലെങ്കിലും ഗ്രൂപ്പുകളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഓരോ ആൾക്കാരുടെ മൃതശരീരങ്ങളൊക്കെ എടുത്ത് മറവ് ചെയ്യുന്നതിൻ്റെയും സെർച്ച് ചെയ്യുന്നതിൻ്റെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നും കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കണം. എല്ലാവരും ഒരുപോലെയാണ്. നമുക്ക് ജാതിഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ കാണാനുള്ളൊരു നല്ലൊരു ഇത് ഉണ്ടാവണം, ഒരു റൂൾസ് ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അർജുനെ സംബന്ധിച്ച് അർജുൻ കാണാതെ പോയിട്ട് ഇന്നൊരു 29 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെ 29 ദിവസം ആയിട്ടുണ്ടാവും. പക്ഷേ ആ ക്യാബിനുള്ളിൽ തന്നെയാണ് അർജുൻ എന്നുള്ളതാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം തൊട്ട് മുമ്പ് അർജുൻ ആ ഒരു സംഭവം ഉണ്ടാകുന്നേക്കാൾ മുമ്പ് ഒരു ഡ്രൈവർ പോയിട്ട് വിളിക്കുമ്പം കുറച്ച് സമയം കൂടെ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ വണ്ടി കടന്നതുമൊക്കെ. അപ്പം ഒരു കാര്യം നോക്കുവാണെങ്കിൽ അർജുൻ നമ്മുടെ ഈ ഒരു കേരളത്തിൽ നിന്നും ഒരു വലിയൊരു വണ്ടി ലോഡുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 ഡ്രൈവർമാരൊക്കെ ഉണ്ടാവും കൂടെ. കാരണം ഒരു ഡ്രൈവർ ഉറങ്ങുമ്പോൾ മറ്റേ ഡ്രൈവർ വണ്ടി ഓടിക്കും. അങ്ങനത്തെ ഒരു പ്രവണതയാണ് കാണുന്നത്. പക്ഷേ അർജുൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ലോണിൻ്റെയും കാര്യങ്ങളൊക്കെ വെച്ച് അർജുൻ എന്ത് ചെയ്തു, ഒറ്റയ്ക്ക് പോകാനാണ് പുള്ളി ശ്രമിച്ചതും. ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ വല്ലപ്പോഴും കൂട്ടുകാരെ കൂട്ടുപിടിച്ച് പോകുന്നതല്ലാണ്ട് മാക്സിമം ഒറ്റയ്ക്ക് പോകുന്ന ഒരാള് ഒരുപാട് ദൂരത്തു നിന്നാണ് ആ ഒരു തടിയായിട്ട് വന്ന് ഈ പറയുന്ന ആ ഒരു കടയിൽ വിശ്രമിക്കാൻ കിടക്കുന്നത്. അപ്പോൾ അർജുനെ സംബന്ധിച്ച് അർജുന് നല്ല ക്ഷീണമുണ്ട്. ആ ഒരു ക്ഷീണത്തിൽ ഞാൻ വരുന്നില്ല, കുറച്ച് സമയം ഇവിടെ വിശ്രമിച്ചിട്ടാണ് പോകുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുമുണ്ടായിരുന്നല്ലേ. അപ്പോൾ ആ ഒരു സ്ഥിതിക്ക് അർജുൻ ആ വണ്ടി തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാവർക്കും, ആ ഒരു അർജുൻ്റെ ഫാമിലിക്കും ഒക്കെ ആ ഒരു പോസിബിലിറ്റി നൽകുന്നത്. അപ്പോൾ ആ ഉരുൾപൊട്ടലിൽ വണ്ടി നീങ്ങി ആ വള്ളക്കുനയിലേക്ക് വീണു. പിന്നെ അതിൻ്റെ അകത്തുണ്ടായിരുന്ന 2, 3, 4, 6 ഒന്നാണ്ട് തടിക്കഷ്ണങ്ങൾ മാത്രം ഒഴുകി വേറൊരു സ്ഥലത്ത് വന്ന് കടന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെ ഇനിയും തടികൾ ചിലപ്പം അറബിക്കടലിലേക്കോ കടലിലേക്കോ ഒക്കെ ഒഴുകി പോകാൻ ചാൻസും വേറെ ഉണ്ട്. അപ്പം നമുക്കറിയാം ഈ പറയുന്ന തടി കഷ്ണങ്ങളൊക്കെ ഒന്ന് കയറ് പൊട്ടിയാൽ പിന്നെ അതങ്ങ് അത്രയും വലിയ ഒഴുക്കിൽ അതിങ്ങനെ ഒഴുകി പോകത്തേ ഉള്ളൂ. ചിലതാണെങ്കിൽ ഇത്രയും വലിയ മണ്ണുകൾ വന്ന് വീഴുന്ന സ്ഥിതിക്ക് അത് ജാമായിരിക്കാനും ചാൻസ് ഉണ്ട് അല്ലേ. അപ്പം എന്തായാലും അർജുൻ സഹോദരനെ നമുക്ക് കണ്ടെത്തുക തന്നെ വേണം. കാരണം സഹോദരൻ വരുന്നത് നോക്കി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ ഇവിടെ തന്നെ ഇങ്ങനത്തെ ഒരു ദുരന്തം ആദ്യമായിട്ടാണ്. ഇപ്പോൾ വയനാട്ടിൽ ഒരുപാട് ജനങ്ങൾ ആ ഒരു സ്ഥലം തന്നെ പോയെന്ന് പറഞ്ഞാലും കൂടുതൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് അർജുൻ്റെ ആ ഒരു സംഭവം തന്നെയാണ്. അത് ഞാൻ അല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല. അപ്പം അർജുൻ വേണ്ടിയുള്ള തെരച്ചിൽ എത്രയും വേഗം ഈ നമ്മുടെ തൃശ്ശൂരിൽ നിന്നും പല സംവിധാനങ്ങളും മണ്ണ് മാറ്റാനൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനത്തേനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം ആ ഒരു സംഭവം വന്നാലും അത് കുറേ ഇങ്ങനെ എടുത്താലും എത്ര അതിന് പോസിബിലിറ്റി ഉണ്ടാകും. ചെറിയ ചെറിയ പുഴയിലോ അല്ല തോടുകളിലോ അതുപോലെ തന്നെ കുളത്തിലോ ഒക്കെ പോയി മണ്ണ് മാന്തി ശീലമുള്ള ഈ സാധനം വന്നിട്ട് ഈ പുഴയിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? പക്ഷെ അങ്ങനത്തെ ഉള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ന്യൂനത സംവിധാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം കർണാടക സർക്കാരായാലും ഇപ്പം നമ്മുടെ ഈ ഒരു വികസന രാജ്യമായിട്ടാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് ഈ പറയുന്നത് മാത്രം ഈ ഒരു ചെറിയൊരു സാധനം വന്ന് മാന്തിയാൽ ഉടനെ ആ മൺകൂനകൾ മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ കർണാടക സർക്കാരും കേരള സർക്കാരും ഒക്കെ ഒത്തൊരുമിച്ച് അതൊരു തീരുമാനം എടുത്തിട്ട് എത്രയും വേഗം മണ്ണ് മാന്തി എടുക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാവണം. കാരണം ഇനിയും ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും. അതൊരു ശരീരമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ജീവനാണ് എന്നൊരു വില എനിക്ക് തോന്നുന്നു ഇവിടെ ആരും ഈ പറയുന്ന ആരും അതിനൊരു വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ലെന്നുള്ളതാണ് സത്യം. കാരണം അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മൃഗം ആയിക്കോട്ടെ, ഒരു പട്ടിയോ പൂച്ചയോ ആനയോ ആയിക്കോട്ടെ,
അവർ 24 മണിക്കൂറും അവരതിനു വേണ്ടിയുള്ള സെർച്ച് ചെയ്യില്ലേ? അപ്പം മനുഷ്യന് സത്യം പറയാൻ മൃഗങ്ങൾക്കുള്ള വില പോലും ഇല്ല എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ന്യൂനത സംവിധാനങ്ങൾ വഴി എത്രയും വേഗം തന്നെ ഒറ്റ ദിവസം 2 ദിവസം 3 ദിവസത്തിൽ കൂടാണ്ട് തന്നെ എത്രയും വേഗം ഇതൊന്ന് മാന്തി എടുക്കാനുള്ള ഒരു ഇത് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക.